ആർക്കൊക്കെ എതിരെ കേസ് വരും? കേസ് വരുന്ന യഥാർത്ഥത്തിൽ ഇതിനകത്ത് ഏറ്റവും മെയിൻ നമുക്ക് രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ പറയാത്തതല്ലത് മോഹൻലാൽ, ആക്ടർ മോഹൻലാലാണ് ഇതിൻ്റെ ഹോസ്റ്റ്. അദ്ദേഹം ഇത് ഹോസ്റ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് വളരെ വ്യക്തമായിട്ട് അറിയാം. ഈ ആദ്യം തന്നെ ഒന്നും അതിനകത്ത് പറയുന്നുണ്ട്. അപ്പം അദ്ദേഹം ഇതിനകത്ത് ഈ അക്രമത്തിന് കൂട്ടുനിന്ന ആളായി മാറുകയാണ്. അദ്ദേഹത്തിനെതിരെ കേസ് വരും. ബിഗ് ബോസ് മലയാളം സീസൺ 6 ഇപ്പം നല്ല അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കണമെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ അതിങ്ങനെ കാണാറൊന്നുമില്ല. ഞാൻ വല്ലപ്പോഴൊക്കെ ആ വഴി ഒന്ന് എത്തി നോക്കിയാൽ മാത്രമേ ഉള്ളൂ. കാര്യം എനിക്ക് അത്രത്തോളം വെറുപ്പിക്കലായിട്ടാണ് അത് പോണതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ കാണാൻ നന്നായിട്ട് നിർത്തിയത്. അപ്പോൾ ഇപ്പം നമ്മുടെ ബിഗ് ബോസിനെതിരെ ഒരു കേസ് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ കേസ് വരാനായിട്ട് കാരണം ഏതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ ഒരു സംഭവം ഉണ്ടായിട്ട്, അതായത് ബിഗ് ബോസിനകത്ത് തന്നെയുള്ള റോക്കി എന്ന് പറഞ്ഞൊരു കണ്ടസ്റ്റൻറ്റ്, സിജോ എന്ന് പറഞ്ഞ വേറൊരു കണ്ടസ്റ്റൻറ്റിന് മോന്തക്കിട്ടൊരു ഇടി കൊടുത്തു. അത് നല്ലൊരു ഇടിയാണ്, ഒരു പഞ്ചങ്ങോട് കൊടുത്തത് ഇവിടെ കിട്ടി. ആ ഒരു ഇടി കൊണ്ടതോടെ തന്നെ നമ്മുടെ റോക്കിനെ ആദ്യം തന്നെ ബിഗ് ബോസ് പിടിച്ച് പുറത്താക്കി. പക്ഷേ സിജോന് ഭയങ്കര രീതിക്കുള്ള സർജറിയും കാര്യങ്ങളൊക്കെ വരേണ്ടി വന്നു. അത്രത്തോളം ക്രിട്ടിക്കലായിട്ടുള്ള ഒരു ഇടിയാണ് ഈ നമ്മുടെ റോക്കി എന്ന് പറഞ്ഞ കണ്ടസ്റ്റന്റ് കൊടുത്തത്. അപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞപ്പോൾ തന്നെ ബിഗ് ബോസ് ഈ ഒരു സംഭവം ഷൂട്ട് ചെയ്ത് ഭയങ്കര BGM ഒക്കെ ഇട്ട് കാണിച്ച്, ഇത് കാണിച്ചതിനെതിരെയാണ് ബിഗ് ബോസിനെതിരെ ഒരു കേസായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു കേസിൻ്റെ ഒരു സംഭവങ്ങൾക്കൊക്കെ നമുക്കൊരു വക്കീൽ, അതായത് ഒരു വക്കീലാണ് ഇതിനെതിരെ കേസായിട്ട് പോയിരിക്കുന്നത്. അപ്പോൾ ആ വക്കീൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. ഞാനും ഈ പ്രോഗ്രാം യഥാർത്ഥത്തിൽ വാച്ച് ചെയ്യുന്ന ഒരാളല്ല. എൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ള ഒരു ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ ഒരാൾ എന്നെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനൊരു പ്രോഗ്രാം അതായത് ടെലികാസ്റ്റ് ചെയ്യുന്നതിൽ ഇങ്ങനൊരു അക്രമം നടന്നത് ഷൂട്ട് ചെയ്ത് അയച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ സിനിമയിലൊക്കെ ഇങ്ങനെയുള്ള അക്രമങ്ങൾ കാണുമ്പം നമ്മളായിരിക്കും അത് നോർമലല്ലേ. കാരണം സിനിമയിൽ ഇപ്പം ഒരാളെ കൊലപാതകമോ അല്ലെങ്കിൽ ബോംബ് സ്ഫോടനം എന്ത് വേണമെങ്കിലും കാണിക്കാം. പക്ഷേ അതേപോലെയല്ല, ഇതൊരു റിയാലിറ്റി ഷോയിൽ ഇവർ തന്നെ പരസ്യം ചെയ്യുന്നത് ഇത് റിയലായിട്ട് നടക്കുന്ന കാര്യങ്ങൾ അതേപോലെ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ്, ബ്രോഡ്കാസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ നടന്ന ഒരു ഷോയിൽ ഒരു മത്സരാർത്ഥി ആക്രമിക്കുന്നു. അത് ഗുരുതരമായ പരിക്കാണ് ഏൽപ്പിക്കുന്നത്. അയാളുടെ മുഖത്ത് ഇവിടെ താടിയിൽ ഇടിച്ചിട്ട് അയാൾക്ക് സർജറി വേണ്ടി വന്നു എന്നാണ് പിന്നീടുള്ള റിപ്പോർട്ടുകളിൽ നിന്ന് അവർ തന്നെ, ഏഷ്യാനെറ്റിൻ്റെ തന്നെ ന്യൂസ് ചാനലിൽ പിന്നീടുള്ള റിപ്പോർട്ടുകൾ നമ്മളെടുത്ത് നോക്കി കഴിഞ്ഞാൽ ഏഷ്യാനെറ്റ് തന്നെ അത് അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം അയാൾക്ക് 2 ആഴ്ചത്തെ വിശ്രമം സർജറിക്ക് ശേഷം അനുവദിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ പ്രോഗ്രാം കോഡ്സ്, അതായത് ഇതിൻ്റെ മൊത്തം റെഗുലേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ കേബിൾ ടെലിവിഷൻ നെറ്റ്വർക്ക് റെഗുലേഷൻ ആക്ട് 1995 സിനിമാറ്റോഗ്രാഫ് ആക്ട് 1952 ആണ്. ഇതിലെ പ്രോഗ്രാം കോഡ്സും ഉണ്ട്, അഡ്വർടൈസിംഗ് കോഡ്സും ഉണ്ട്. ഈ 2 കോഡ്സിൻ്റെയും വയലേഷനാണ് ഏഷ്യാനെറ്റ് കാണിച്ചിരിക്കുന്നത്. ഇതിൽ പറയുന്ന യാതൊരുവിധ ഒബ്സീൻ കണ്ടൻറ്റും ഇത് ചെയ്യാൻ പാടില്ല, എയർ ചെയ്യാൻ പാടില്ല. ഒബ്സീൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് ലാസ്റ്റിവിയസ് മാത്രമല്ല, അതിനകത്ത് ഈ വയലൻസ് വരുന്ന ഏത് സാധനത്തെയും നമുക്ക് ഒബ്സീൻ എന്ന് പറയാം. അതായത് കാഴ്ചക്കാരന് മെൻ്റലി അല്ലെങ്കിൽ അയാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഇത് പ്രശ്നം ഉണ്ടാക്കുന്ന, മാനസികമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കണ്ടൻറ് ആണെന്നെങ്കിൽ അത് ആ ഒരു കാറ്റഗറിയിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. ഇതിലെ അക്രമം, അതായത് ഡയറക്റ്റ് അക്രമം കാണിച്ചിട്ട്, ഇത് ഈ പ്രോഗ്രാമിൻ്റെ വ്യൂവേഴ്സ് എന്ന് പറയുമ്പോൾ കൊച്ചു കുട്ടികൾ തൊട്ട് വളരെ പ്രായമായിട്ടുള്ള എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ളവരും കാണുന്ന ഒരു പ്രോഗ്രാമാണ്. ഓക്കെ, അപ്പോൾ പുള്ളി പറയണതെന്ന് പറഞ്ഞാൽ വയലൻസ് കാണിച്ചു, അതുകൊണ്ടാണ് ഇതിനെതിരെ ഒരു കേസായിട്ട് ഈ ബിഗ് ബോസ് പോലുള്ള പരിപാടിക്കെതിരെ കേസായിട്ട് പോയതെന്ന് പറഞ്ഞാൽ വയലൻസ് കാണിച്ചത് കൊണ്ടാണ് പുള്ളി പോയതെന്നാണ് പറയുന്നത്. അതായത് കുട്ടികളടക്കം പലരും ഈ ഷോ കാണുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കണമെങ്കിൽ ഈ ബിഗ് ബോസ് പരിപാടിയുടെ ആ ഒരു സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കണമെങ്കിൽ എന്നുണ്ടെങ്കിൽ ഒരു 16+, അതായത് 16 വയസ്സിന് മുകളിലുള്ളവർക്കാണ് ആ ഒരു പരിപാടി കാണാൻ പറ്റുന്നതെന്നാണ് അവരിങ്ങനെ എഴുതിയപ്പോൾ. നമ്മൾ ഹോട്ട്സ്റ്റാർ ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ അറിയാൻ പറ്റും 16 വയസ്സ് പ്ലസ് എന്ന് എഴുതിയിട്ടുണ്ട് അതിനകത്ത് തന്നെ. അപ്പോൾ ആ ഒരു 16 വയസ്സിന് മുകളിലേക്കുള്ളവരാണെന്ന് പറഞ്ഞാലും ഇപ്പം TV വിനകത്ത് കാട്ടുന്നുണ്ട് ബിഗ് ബോസ്. TV വിനകത്ത് കാണിക്കുമ്പോഴത്തേക്ക് നമുക്കറിയാലോ എല്ലാ തരത്തിലുള്ള ആൾക്കാരും അതിരുന്ന് കാണും. അതിനകത്ത് അങ്ങനെ ഇന്ന സെൻസർ ഇന്ന വയസ്സിനകത്തുള്ളവർ അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. TV വിനകത്ത് കാണിക്കുമ്പോഴത്തേക്കും ഉറപ്പായിട്ട് അത് എങ്ങനത്തെ ഓഡിയൻസ് വേണമെങ്കിലും കാണാം. ചിലപ്പോൾ ചെറിയ കുട്ടികൾ വരെ അത് വേണമെങ്കിൽ ഇരുന്ന് കാണാം. അപ്പോൾ ഇങ്ങനത്തെ വയലൻസ് ഒക്കെ കാണിക്കുന്നതിനോട് ഞാൻ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യൂല. അല്ലെങ്കിൽ ഈ ബിഗ് ബോസ് പോലത്തെ ഒരു ഷോനെ അതുകൂടെ ഇങ്ങനത്തെ വയലൻസ് കാണിക്കുമ്പോഴും അത് അവർക്ക് ഒരു പരിധി വരെ അവർക്ക് കാട്ടാണ്ടിരിക്കാറുന്നേ ഞാൻ പറയുള്ളൂ. അത്രയും രീതിക്കുള്ള അത് ചെറിയ ഇടിയൊന്നല്ല ഇടിച്ചേക്കണം, അമ്മാതിരി ഇടിയാണ് കൊടുത്തത്. ഇപ്പൊ സിജോ എന്ന് പറഞ്ഞ ആ പുള്ളി വരെ പുറത്തു പോകേണ്ട ഒരു അവസ്ഥ വന്നു ഈ ഒരു ഇടി കാരണം. അപ്പൊ അത്രത്തോളം ഭയങ്കര ഇടിയാണ് കൊടുത്തേക്കണത്. അപ്പൊ ഈ ഒരു സംഭവത്തിനെതിരെ കേസായിട്ട് പോയതിനോട് എനിക്ക് അങ്ങനെ ഭയങ്കര വിയോജിപ്പും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. കാര്യം അത് കാണിച്ചത് തെറ്റായിപ്പോയി. അത് ബിഗ് ബോസ് ആണെങ്കിലും ആ ഒരു ഷോ ആണെങ്കിലും അതേപോലെയുള്ള സംഭവങ്ങളൊക്കെ കുട്ടികളിലേക്കാണെങ്കിലും ഇപ്പൊ ഓഡിയൻസ് എങ്ങനത്തെ ഓഡിയൻസ് ആണെന്നൊന്നും പറയാൻ പറ്റില്ല കാണുന്നവർ. അപ്പൊ അങ്ങനത്തെ ഒരു ഓഡിയൻസിനകത്തേക്ക് ബിഗ് ബോസ് എത്തിച്ചത് അത് തെറ്റായി പോയെന്ന് തന്നെ ഞാൻ പറയുള്ളൂ. നമുക്കിനി ബാക്കിയുണ്ടോ? അടി നടന്നിരിക്കുന്നത് ഗ്രീവിയസ് കട്ടാണ്. IPC സെക്ഷൻ 320 325 വരും. ഇതിന് പോലീസിന് സോമോട്ടോ കേസെടുക്കാവുന്നതായിരുന്നു, അവരാരും അത് എടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് DGPക്ക് കംപ്ലയിൻറ്റ് കൊടുക്കേണ്ടതെന്ന്. പിന്നെ ഇവർ ചെയ്തിരിക്കുന്ന വേറൊന്നെയും ഞാൻ പറഞ്ഞു, ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ വഴി ട്രാൻസ്മിറ്റ് ചെയ്തു. പിന്നെ അവരുടെ തന്നെ ചാനൽ വഴി അത് കൂടുതൽ പ്രൊമോഷൻ വീഡിയോ കൊടുത്തു. അപ്പം അഡ്വർടൈസിംഗ് കോഡിനെതിരാണ്, പ്രോഗ്രാം കോഡിന് എതിരാണ്. അപ്പോൾ ഇത് മാത്രമല്ല IT ആക്ട് സെക്ഷൻ 66E
67 അട്രാക്ട് ചെയ്യും. 66E എന്ന് പറയുന്നത് വയലേഷൻ ഓഫ് പ്രൈവസിയാണ്. ഈ അടി കിട്ടിയ ആളുടെ പ്രൈവസിയെ ബാധിക്കുന്നതാണ്. അയാളെ ഒരാളെ ആക്രമിച്ചിട്ട് നമ്മളൊരു വീഡിയോ പ്രചരിപ്പിച്ചാൽ എങ്ങനെ ഇരിക്കും, അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 67 എന്ന് പറയുന്നത് IT ആക്ട് സെക്ഷൻ 67 എന്ന് പറയുന്നത് പബ്ലിഷിംഗ് ഓഫ് ട്രാൻസ്മിറ്റിംഗ് ഒബ്സീൻ മെറ്റീരിയൽ ഇൻ ഇലക്ട്രോണിക് മീഡിയ ആണ്. അപ്പോൾ ഇലക്ട്രോണിക് മീഡിയ വഴിയുള്ള ഏത് ഇതിനെയും ആ 67 അട്രാക്ട് ചെയ്യും. അപ്പോൾ ഇത് രണ്ടും ഇത് വരുന്നുണ്ട്. അതുപോലെ പ്രോഗ്രാം കോഡിന് വയലേഷൻ, ഇത് ഇത്രയും കംപ്ലീറ്റ് വയലേഷൻ വന്നിട്ടും ആരും അനങ്ങുന്നില്ല. ഇതിൻ്റെ അധികാരികൾ എന്ന് പറയുന്ന ആരും ഇതിനെതിരെ അനങ്ങുന്നില്ല. ഫസ്റ്റ് നടപടി എടുക്കേണ്ട പോലീസാണ്. പോലീസ് സോമോട്ടോ പോലും കേസെടുത്തില്ല. അതുകൊണ്ടാണ് ഇന്ന് DGP കംപ്ലയിൻറ്റ് കൊടുത്തു. ഇപ്പോൾ എനിക്ക് DGPയുടെ ഓഫീസിൽ നിന്നുള്ള റിപ്ലൈ എനിക്ക് തന്നിരിക്കുന്നത് എൻ്റെ കംപ്ലയിൻറ്റ് കമ്മീഷണർക്ക്, തിരുവനന്തപുരം കമ്മീഷണർക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്, ഫർദർ ആക്ഷന് വേണ്ടി കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. ഞാൻ സെയിം ടൈമിൽ തന്നെ ഞാൻ മിനിസ്റ്റർ ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിങ്ങിന് കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്, സെക്രട്ടറി ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക്. കാരണം ഈ പ്രോഗ്രാം തന്നെ സിസേഷന് വേണ്ടി അത് നിർത്തിവെപ്പിക്കാൻ, അതായത് എയർ ചെയ്യുന്നത് നിർത്തണമെന്ന് പറഞ്ഞു. കാരണം ഇത് ഇത്രയും വലിയ പ്രോഗ്രാം വയലേഷനാണ്, അവർ റൂൾസ് വയലേഷനാണ് നടത്തുന്നത്. ഓക്കെ, അപ്പോൾ പുള്ളി പറയണതെന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ബിഗ് ബോസ് നിർത്തി വെക്കണം എന്നുള്ള രീതിക്കാണ് പുള്ളിക്കാരൻ പറയുന്നത്. അതിന് വേണ്ടിയാണ് പുള്ളി ഈ കേസിന് പോണതെന്നൊക്കെയാണ് പുള്ളിക്കാരൻ പറയുന്നത്. അപ്പം എന്താണെങ്കിലും ഇപ്പം നമ്മൾ ഈ ബിഗ് ബോസിൻ്റെ ഈ ഒരു സംഭവം നോക്കണമെങ്കിൽ ഇപ്പം ഈ ഉണ്ടായ ഈ ഒരു വിഷയത്തിനകത്ത്, സിജോ റോക്കി വിഷയത്തിനകത്ത്, ഈ സിജോവിന്, ഈ ഇടി കൊണ്ട സിജോവിന് പുള്ളിക്ക് പരാതിയൊന്നും ഇല്ലാന്ന് പറയണ്ട ഈ റോക്കിക്കെതിരെ. റോക്കിനെ ബിഗ് ബോസ് അപ്പം തന്നെ പിടിച്ച് പുറത്താക്കി. പിന്നെ അത് കഴിഞ്ഞ് റോക്കിയുടെ പുറത്ത് വന്നിട്ടുള്ള ഷോയും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അതെന്തായാലും ആ വഴിക്ക് നടക്കട്ടെ. അപ്പോൾ എന്തായാലും ഈ പുള്ളി കേസായിട്ട് പോകുമ്പോഴത്തേക്കും മോഹൻലാലിനെതിരെ പോലും, അതായത് ഇതിൻ്റെ ഹോസ്റ്റ് ആയിട്ടുള്ള ലാലേട്ടനെതിരെ പോലും കേസ് വരും. അതേപോലെ തന്നെ ഇപ്പം ഈ ഉടമസ്ഥരായിട്ടുള്ള ഇപ്പം ഈ എൻ്റെ മുൾഷൈനാണെങ്കിലും അവർക്കെതിരെയൊക്കെ കേസ് വരും. അപ്പോൾ മൊത്തത്തിലൊരു കേസ് വരും എന്നുള്ള രീതിക്കാണ് പുള്ളിക്കാരൻ ഈ ഒരു സംഭവത്തിനകത്ത് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഈ ഷോ ചിലപ്പോൾ നിർത്തിവെക്കുന്ന ഒരു സംഭവം വരെ വരാം. അപ്പം നിർത്തിവെക്കണതിനെ പറ്റി എൻ്റെ ഒരു അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഇപ്പം ഈ ഒരു സീസൺ എനിക്ക് മൊത്തത്തിലൊരു താല്പര്യമില്ലാത്തൊരു സീസണാണ്. അതുകൊണ്ട് നിർത്തിവെച്ചാൽ എനിക്ക് വലിയ കുഴപ്പമില്ലാതെ എനിക്ക് പറയാനുള്ളൂ. ഒരു എത്രത്തോളം ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടൊക്കെ പോകുന്ന സീസൺ ആയിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ പറഞ്ഞേനെ, അത് ഭയങ്കര അടിപൊളിയായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഷോയാണ്, അപ്പോൾ അത് നിർത്തിവെക്കണം, ശരിയാവില്ല എന്നൊക്കെ ഞാൻ ചിലപ്പോൾ പറഞ്ഞേനെ. പക്ഷെ ഇപ്പോഴത്തെ ഒരു ഷോൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നല്ല ശോക അവസ്ഥയിനകത്താണ് ഷോ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിർത്തിയാലും നിർത്തിയില്ലെങ്കിലും എനിക്ക് ഒന്നുമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു സംഭവത്തിനകത്ത് ഇപ്പം നമ്മുടെ ബിഗ് ബോസ് തന്നെ തുടങ്ങുമ്പോഴത്തേക്കും ഇവരൊരു ഡിസ്ക്ലൈമർ പോലെ സംഭവം എഴുതി കാട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് അവർ പറയണമെന്ന് പറഞ്ഞാൽ അത് ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കുക. അപ്പോൾ അതിനകത്ത് അവർ പറയണതെന്ന് പറഞ്ഞാൽ, ഞങ്ങളൊന്നും അറിഞ്ഞില്ല, അതിനകത്തുള്ള കണ്ടസ്റ്റൻസോ അല്ലെങ്കിൽ ഹോസ്റ്റോ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങളൊന്നും അതിൽ യാതൊരു ഉത്തരവാദിത്വം ഞങ്ങൾക്കില്ല എന്നുള്ള രീതിക്കാണ് അവർ പറയുന്നത്. അപ്പോൾ ആ ഒരു സംഭവം അവർ എഴുതിക്കണോണ്ട് തന്നെ അവർക്ക് അതൊക്കെ പറഞ്ഞ് അവർക്കൊരു പരിധി വരെ അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. കാരണം ഞങ്ങൾ ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, അപ്പം നിങ്ങളുടെ ഇതാണ്, നിങ്ങൾ അതിനകത്ത് വരുന്ന ഹോസ്റ്റോ അല്ലെങ്കിൽ അതിനകത്ത് വരുന്ന കണ്ടസ്റ്റൻസോ അവർ പലതും വിളിച്ചു പറയുന്നത്, അതിനകത്ത് ഞങ്ങൾ എന്ത് ചെയ്യാനാ, അങ്ങനെയൊക്കെ ചിലപ്പോൾ അവർ ചോദിച്ചു കളയും. അപ്പോൾ ഇതിനെതിരെ കേസൊക്കെ നടത്തിയാലും എത്ര നാളെടുക്കും ഈ കേസൊക്കെ നടപടിയാവാന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോഴത്തേക്കും ചിലപ്പോൾ ഈ സീസണൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവാം. അപ്പോൾ എന്താണെങ്കിലും ഈ സീസണിനകത്ത് ഇതൊന്നും അഫക്റ്റ് ചെയ്യാൻ പോകണമെന്നൊന്നും തോന്നല്ല. അപ്പോൾ എന്തായാലും ബിഗ് ബോസ് ഇതൊക്കെ കൊണ്ട് ബിഗ് ബോസ് നിർത്തുമോ ഇല്ല എന്നൊക്കെ നമുക്ക് ഇനി വരും ദിവസങ്ങളിൽ കണ്ടറിയാം. അപ്പോൾ എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും.